Please listen carefully. Empowering ethically and enabling our youth through debates and thoughts. Only on White Tips. സ്ത്രീ വിമോചനം, സ്ത്രീ ശാക്തീകരണം, പുരുഷന്മാർക്കൊപ്പം സ്ത്രീകളായിത്തീരുവാനുള്ള സ്വാതന്ത്ര്യം, ഇങ്ങനെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് അനേകം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഫെമിനിസം എന്ന് പറയുന്ന ആ ഒരു വിഷയം ഒരുപാട് ചർച്ചകൾ നടത്തുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫെമിനിസ്റ്റിക് തിയോളജി എന്ന് പറയുന്ന ചില തിയോളജികൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇന്ന് നമ്മളും ചർച്ച ചെയ്യുവാനായിട്ട് പോകുന്നത്. Mrs. Julie Dominic, Head of the Department, Department of English, Little Flower College, Guruvayur. Mr. Reggie Jacob, Executive Director, Affirm Foundation, Cochin. Reverend Dr. George Verghese, Marthoma Guidance and Counseling Center, Ernakulam. Little Flower College, Guruvayur. സ്ത്രീ വിമോചനം എന്ന് പറയുമ്പോൾ, അല്ലെ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുമ്പോൾ ഇതിന് ഒരു ചരിത്രമുണ്ട്. ഏതാണ്ട് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ പൊളിറ്റിക്കൽ റൈറ്റ്സിനെ കുറിച്ച് സ്ത്രീകളുടെ അവബോധം വർദ്ധിച്ചു. വോട്ടിംഗ് റൈറ്റ്, രാഷ്ട്രീയമായി ഒരു സ്ത്രീക്കുണ്ടായിരിക്കേണ്ട അവകാശങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള അവബോധം അവർക്ക് വർദ്ധിച്ചതിൻ്റെ ഫലമായിട്ട് സ്ത്രീകൾക്ക് ഒരു പൊളിറ്റിക്കൽ റൈറ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, ഈ ചിന്താശക്തി 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്തേക്ക് ശക്തമായിട്ട് വന്നു. അതിന് ശേഷം വന്ന മറ്റൊരു പടിയാണ് വർക്ക് റിലേറ്റഡായിട്ട്, ജോലി ബന്ധിതമായിട്ട് സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിപ്പാനായിട്ട് തുടങ്ങിയത്. പുരുഷന്റെ ജോലി പോലെ തന്നെ സ്ത്രീക്കും ജോലി ചെയ്യുവാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു കാലത്ത് പുരുഷന്മാര് ഭവനത്തിന് വെളിയിൽ ജോലി ചെയ്യുക, സ്ത്രീകൾ ഭവനത്തിന് ഉള്ളിൽ ജോലി ചെയ്യുക, ഇതായിരുന്നു ഉണ്ടായിരുന്ന ഒരു കോൺസെപ്റ്റ്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഭവനത്തിനുള്ളിൽ മാത്രം ജോലി ചെയ്യേണ്ടവരാണോ സ്ത്രീകൾ എന്നുള്ള ചോദ്യം ഉയർന്നു. അതിൻ്റെ ഫലമായിട്ട് വർക്ക് റിലേറ്റഡായിട്ട്, ജോലി ബന്ധിതമായിട്ട് സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ചുള്ള ബോധം അവർക്ക് ഉണ്ടായി. അതിന് ശേഷമാണ് പ്രധാനമായിട്ട് ഒരു ജെൻഡർ ഇഷ്യൂ ആയിട്ട് ഇത് വരുന്നത്. ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് നിഷേധിക്കപ്പെടുവാനുള്ള അവകാശമുണ്ടോ? സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പുരുഷൻ്റെതുപോലെ സ്ത്രീ ആയിക്കഴിഞ്ഞാലുള്ള വ്യത്യാസം എന്താണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ, മൂന്നാമത്തെ കാലഘട്ടത്തിലാണ് കൂടുതൽ ശക്തി പ്രാപിച്ചത്. അതിൻ്റെ അലകൾ ഇന്നും നമ്മുടെ സമൂഹ മധ്യേ അടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇന്നും എവിടെ ചെന്നാലും ഇതൊരു ചർച്ചാ വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യം, ഫെമിനിസം എന്ന് പറയുന്നത് എന്താണ്, അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ആവശ്യം, ഈക്വാളിറ്റി, ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ പലയിടത്തും ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മളും ഇന്ന് ചർച്ചയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇതിനെക്കുറിച്ചുള്ള ഒരു അവബോധം നമുക്കുണ്ടാകണം. നമ്മൾ വസിക്കുന്ന സമൂഹത്തിൽ
ഇതിനെക്കുറിച്ചുള്ള ഒരു അവബോധം ആ സമൂഹത്തിന് കൊടുക്കണം. അങ്ങനെ ഒരുമിച്ചുള്ള ഒരു വളർച്ച സാധ്യതമായി തീരുവാൻ ഇതുപോലെയുള്ള ചർച്ചകളും ഇതുപോലെയുള്ള എഡ്യൂക്കേറ്റീവ് പ്രോസസ്സുമൊക്കെ ഒരു പരിധിവരെ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ഈ ചർച്ചയിൽ നമ്മൾ ആദ്യമേ ഒന്ന് ചിന്തിച്ച് തുടങ്ങുന്നത് ഈ ഫെമിനിസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച്. നിങ്ങൾക്കൊക്കെ ഫെമിനിസത്തെക്കുറിച്ച് ഒരു ആശയം മനസ്സിൽ കാണുമെന്ന് എനിക്കറിയാം. എന്നാൽ നിങ്ങളുടെ ജൂലി ടീച്ചറിന് ഈ ഫെമിനിസത്തെക്കുറിച്ചുള്ള ആശയം എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് കേട്ടുകൊണ്ട് നമുക്ക് അടുത്ത ചർച്ചയിലേക്ക് പ്രവേശിക്കാം. ഫെമിനിസം എന്ന് പറഞ്ഞാൽ ഈക്വാലിറ്റി ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൻ അല്ല. ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു ആശയമുണ്ട്. സ്ത്രീ പുരുഷ സമത്വം. സ്ത്രീ ഒരിക്കലും പുരുഷന് ഈക്വൽ അല്ല. ഷീ ഈസ് ഡിഫറെൻറ്റ്. ആ വ്യത്യസ്തത എന്താണ് എന്നുള്ളത് നമ്മൾ സ്വയം തിരിച്ചറിയേണ്ട കാര്യമാണ്. അപ്പോൾ ഒരിക്കലും അത് ആരും പറഞ്ഞു തരികയോ അല്ലെങ്കിൽ അതെങ്ങനെയാണ് എന്ന് ഡിഫൈൻ ചെയ്ത് തരികയോ സാധ്യം അല്ല. അപ്പോൾ ഒരു സ്ത്രീയുടെ ശക്തി എന്താണെന്ന് നമ്മൾ പാരമ്പര്യമായിട്ട് കണ്ടും കേട്ടും അറിഞ്ഞും വരുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷേ എന്തൊക്കെ ചർച്ചകൾ ഫെമിനിസത്തെക്കുറിച്ച് നടന്നാലും അത് ഒരു ഉത്തരം കിട്ടുന്ന ചർച്ചയിലേക്ക് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് സമൂഹം നമ്മൾക്ക് ഇന്നത് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ജൂലി ടീച്ചർ പറഞ്ഞു വരുന്നത് ഈ ഫെമിനിസം എന്ന് പറയുന്നത് സ്ത്രീയെ ബന്ധിതമായി എന്ന് പറയാമെങ്കിൽ തന്നെയും സ്വയം ഉണ്ടാകേണ്ട ഒരു അവബോധമാണ് ഈ ഫെമിനിസം എന്നാണ് ജൂലി ടീച്ചർ പറഞ്ഞു വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എല്ലാ സ്ത്രീകളുടെ ഉള്ളിലും ഉള്ള ഒരു ശക്തിയാണ്. അതാർക്കും അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഡിഫൈൻ ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ നമുക്ക് തിരിച്ചറിയാം അനുഭവത്തിലൂടെ. അപ്പൊ ആർക്കും നമുക്ക് സൊസൈറ്റി ഡിഫൈൻ ചെയ്യാൻ സാധിക്കില്ല. ഒരു സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം എന്നൊരിക്കലും ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ഈച്ച് ഇൻഡിവിജ്വൽ ഇസ് ഡിഫറെന്റ് ആൻഡ് ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളുണ്ട്. അപ്പൊ സ്ത്രീത്വം എന്ന് പറയുന്നത് ആരും നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു സംഗതി അല്ല. ഇത് നമുക്ക് നമ്മളിൽ തന്നെ ഉണ്ടാകേണ്ട ഒരു അവബോധമാണ്, നമുക്ക് നമ്മളിൽ തന്നെ ഉണ്ടാകേണ്ട ഒരു തിരിച്ചറിവാണ് എന്നാണ് ജൂലി ടീച്ചർ പറഞ്ഞത്. റെജി സാർ, ഈ സ്ത്രീത്വത്തെക്കുറിച്ചും ഫെമിനിസത്തെക്കുറിച്ചുമൊക്കെ സാർ ഈ തിയോളജിയൊക്കെ പഠിച്ചിട്ടുള്ള ആളായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ തിയോളജിക്കലായിട്ട് ഇതൊന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കുമോ? ഈ സ്ത്രീത്വം ഫെമിനിസം എന്ന് പറയുന്നതൊക്കെ എന്താണെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം, ദൈവമാണ് മനുഷ്യനെ ഡിസൈൻ ചെയ്തത്. മനുഷ്യനെ ഡിസൈൻ ചെയ്തപ്പോൾ ഒന്നായിട്ടാണ്, ആണും പെണ്ണും. ഒരാളിൽ ഇത് രണ്ടും കൂടെ, മാനവജാതിയെ ആണും പെണ്ണുമായിട്ടാണ് ഒരുമിച്ച്. പിന്നെ അതിനെ രണ്ടാക്കിയിട്ടാണ്, നമ്മളതിനെ കഥാരൂപത്തിൽ ബൈബിളിൻ്റെ ഭാഷയിലൊക്കെ പറയുമ്പോൾ വാരിയിലെടുത്തിട്ട് പിന്നെ ഡിസൈൻ ചെയ്ത് രണ്ടാക്കി. ഈ രണ്ടായതിനെ വീണ്ടും ദൈവം ഒന്നാക്കി ചേർത്തിട്ട് അങ്ങനെയാണ് ഫാമിലി സെറ്റ് ചെയ്ത്. അപ്പോൾ ഫാമിലി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഡിസൈനാണ്. അപ്പോൾ പുരുഷനെ ഡിസൈൻ ചെയ്യുമ്പോൾ അതിനകത്ത് സ്ത്രീയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻ എസെൻസ്, ഇൻ സ്റ്റാറ്റസ് രണ്ടും ഈക്വലാണ്. പക്ഷേ ഫങ്ഷൻ വരുമ്പോൾ ദൈവം അതിനെ രണ്ടാക്കിയിട്ട് ഇത് രണ്ടും കൂടെ വീണ്ടും ഒന്നിച്ച് ചേർത്തിട്ട് ദൈവം പറയുകയാണ്, ഇനി നിങ്ങൾ വേർപിരിയരുത്, നിങ്ങൾ ഒന്നാണ്. ഫിസിക്കലി ഒന്നാകാൻ, മെൻ്റലി, ഇമോഷണലി, സ്പിരിച്വലി ഒക്കെ ഒന്നാകാനുള്ള ഒരു വലിയ സ്വാതന്ത്ര്യം ദൈവം തന്നിരിക്കുക. എന്നാൽ ഇപ്പം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത്, ഇന്ന് പുരുഷനും സ്ത്രീയും തമ്മിൽ വീടിനകത്തും സൊസൈറ്റിക്കകത്തും വലിയൊരു വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വെട്ടിപ്പിടിക്കാൻ അല്ലെങ്കിൽ പകപോക്കൽ പോലെ വാശി പിടിച്ച് ഞാനാണോ നീയാണോ വലുത് എന്ന് തോന്നിക്കുന്ന രീതിയിൽ ആരോ ജയിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തുന്നു. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. രണ്ടുപേരും ഇൻ എസെൻസ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പുരുഷനും സ്ത്രീയും ഒരുപോലെ വിലയുള്ളവരാണ്. അതിൽ ഒന്ന് തരം താണയാളല്ല, രണ്ടുപേരും ഈക്വലാണ്. പക്ഷെ പ്രായോഗിക തലത്തിൽ വരുമ്പോൾ പുരുഷൻ എങ്ങനെയായിരിക്കണം, സ്ത്രീ എങ്ങനെയായിരിക്കണം, അതൊന്ന് ഡിഫൈൻ ചെയ്ത് നന്നായി പോയില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ കുടുംബം, നമ്മുടെ സമൂഹം ഒക്കെ തകരാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് അതാണ് നമ്മൾ കൂടുതലും കണ്ടുകൊണ്ട്. അപ്പോൾ റെജി സാർ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, സ്ത്രീയും പുരുഷനെ പോലെ തന്നെ വ്യക്തിത്വം ദൈവം കൊടുത്തിട്ടുള്ള വ്യക്തികളാണ് എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ സാദൃശ്യം പുരുഷനിലും സ്ത്രീയിലും ഒരുപോലെ ദൈവം കൊടുത്തിട്ടുണ്ട്. ഒന്ന്
ഒന്നിനേക്കാൾ താഴെയല്ല, ഒന്നൊന്നിനേക്കാൾ മുകളിലുമല്ല. ദൈവം അവരെ മനുഷ്യരായി സൃഷ്ടിച്ചു, അവർക്ക് വ്യക്തിത്വം കൊടുത്തു. സ്ത്രീയും പുരുഷനും വിലയുള്ളവരായിട്ട് തന്നെയാണ് ദൈവം അവരെ സൃഷ്ടിച്ചത്. എന്നാൽ അതോടൊപ്പം സാറ് പറഞ്ഞു, ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ ഭവനം തൊട്ട് സമൂഹത്തിലും രാഷ്ട്രത്തിലുമൊക്കെ ഇതിനു വേണ്ടിയുള്ള വലിയൊരു കടുംപിടുത്തമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, വടംവലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അതിലേക്ക് നമുക്ക് പിന്നെ പ്രവേശിക്കാം. ഏതായാലും ഈ പറഞ്ഞതിൽ നിന്ന് ഫെമിനിസം എന്താണ്, സ്ത്രീത്വം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാവോ? ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നിങ്ങൾക്കൊരു വിലയും നിലയും ഉണ്ടോ? ഒന്ന് പറഞ്ഞാട്ടെ. ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഒരു വിലയും നിലയും നിങ്ങൾക്കുണ്ടോ? ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാനിപ്പോ അഭിമാനിക്കുകയാണ്. കാരണം പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ ഇന്ന് സ്ത്രീകൾക്ക് ചെയ്യാൻ സാധിക്കും. ഈ പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റാത്തത് ചെയ്യുന്നതിലാണോ സ്ത്രീ അഭിമാനം കൊള്ളേണ്ടത്, അതോ എന്നെ കൊണ്ട് ചിലത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിലാണോ അഭിമാനം കൊള്ളേണ്ടേ? അല്ല, എന്നെ കൊണ്ട് ഈ പുരുഷന്മാരെ ഒത്തിരി ഭയക്കുന്നെന്നാ തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്നതെല്ലാം പുരുഷനുമായിട്ട് താരതമ്യം ചെയ്ത് പറയുന്നത്. അപ്പൊ നമുക്ക് അവരെക്കാൾ കൂടുതൽ എനിക്ക് ചെയ്യാൻ ഒക്കും എന്നുള്ളത് പറയാതെ എനിക്ക് എന്ത് ചെയ്യാൻ ഒക്കുമെന്ന് പറഞ്ഞു. സമൂഹത്തിന് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു അമ്മയാവാൻ പറ്റുന്നത് ഒരു സ്ത്രീക്ക് മാത്രമാണ്. അതാണ് നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ സവിശേഷത. പുതിയ തലമുറകൾക്ക് ജന്മം നൽകുന്നത് സ്ത്രീയിലൂടെയാണ്. പക്ഷെ ഇന്ന് പുതിയ തലമുറ ഒരു അമ്മയാകുന്നതിൽ വലിയ അഭിമാനം കണ്ടെത്താത്തൊരു തലമുറയാണ് വളർന്നു വരുന്നത്. അമ്മയാകാനേ ആഗ്രഹിക്കാത്തൊരു തലമുറയാണ് ഇന്ന് വളർന്നു വരുന്നത്. അതിനെക്കുറിച്ച് എന്നാ നിങ്ങൾക്ക് പറയാനുള്ളത്? ഓരോ സ്ത്രീയും സ്ത്രീ എന്നതിലുപരി അവർ ഓരോ മിസ് പറഞ്ഞ പോലെ ഓരോ ഇൻഡിവിജ്വൽ ആണ്. അപ്പൊ അവരുടെ ചിന്താഗതിയെ ഒരിക്കലും നമുക്ക് സ്ത്രീത്വമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റണം. പക്ഷെ സ്ത്രീ എന്നതിലുപരി അല്ലെങ്കിൽ സ്ത്രീയുടെ കഴിവുകൾ എന്നതിലുപരി അവർ ഓരോ ഇൻഡിവിജ്വൽ ആണ്. അവരുടെ ചിന്താഗതിയുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അതിലുള്ളൊരു ചെറിയ ഡിഫക്റ്റ് ആയിട്ട് തന്നെ ഞങ്ങൾ സ്ത്രീകൾ എന്ന നിലയിൽ അമ്മയാകാൻ ഇന്നത്തെ സ്ത്രീകൾ ആഗ്രഹിക്കുന്നതിൽ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ശരിയായ ഒരു ഡിഫോൾട്ട് തന്നെയാണ്. കാരണം ദൈവം ഈ കുട്ടി പറഞ്ഞ പോലെ തന്നെ ഏറ്റവും വലിയൊരു കഴിവാണ് സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്നത്. പുരുഷന് ഒരിക്കലും കഴിയില്ല. പക്ഷെ അതിൽ പുരുഷന് ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു തൻ്റെ ഭാര്യ ഗർഭിണിയാകുമ്പോൾ ആ ഒരു അവസ്ഥയിൽ ഒരു പിതാവ് ഒരു മാതാവ് ആകാൻ പോകുന്ന ആ രണ്ടുപേരും അവർക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം അതൊരിക്കലും ഒരു സ്ത്രീയുടെ ഒറ്റയ്ക്കുള്ള ഒരു സന്തോഷമല്ല. പക്ഷെ ആ സ്ത്രീ വഴിയായിട്ടാണ് പുരുഷന് ആ സന്തോഷം. അമ്മയാകാൻ പോകുന്നതിൽ അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തിയാണ് സ്ത്രീ. അപ്പനാകാൻ പോകുന്നതിൽ അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തിയാണ് പുരുഷൻ. അപ്പൊ ഇവർ രണ്ടുപേരും അതിനകത്ത് ഒരുപോലെ അഭിമാനം കൊള്ളുന്നു. അതിന്റെ കാരണക്കാരി സ്ത്രീയാണ്. അപ്പൊ സ്ത്രീക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, സ്ത്രീ ഒരുപാട് കാര്യത്തിൽ പൊട്ടൻഷ്യൽ ഉള്ള ആളാണ്. പിന്നെ അങ്ങനെ ഒരു മാതൃത്വം ആൾക്ക് ഇപ്പൊ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് ഓരോ ഇൻഡിവിജ്വലിന്റെ ചിന്താഗതിയുടെ പ്രത്യേകതയാണ്. അല്ലാതെ ഒരിക്കലും എല്ലാ സ്ത്രീകളെയും നമുക്ക് അതിലേക്ക് വലിച്ചഴിക്കാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഈ മാതൃത്വം അല്ലാതെ കണ്ട് നിങ്ങൾക്ക് സ്വയം അഭിമാനിക്കാനുള്ള എന്തെങ്കിലും നിങ്ങളിലുണ്ടോ? പണ്ട് കാലത്ത് നേരത്തെ പറഞ്ഞായിരുന്നു, സ്ത്രീകളാരും പുറത്തേക്ക് ഇറങ്ങാത്ത സ്ത്രീകളായിരുന്നു. എല്ലാ സ്ത്രീകൾക്കും വീട്ടിൻ്റെ അകത്താണ് കൂടുതലായിട്ട് പറഞ്ഞിരുന്നത്. ഭർത്താക്കന്മാരൊക്കെ പോയിട്ട് ജോലി ചെയ്യുക, സ്ത്രീകൾ വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരിക്കണ ഒരു പതിവായിരുന്നു. പക്ഷേ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണം, അവർക്കും എന്തുകൊണ്ട് ജോലിക്ക് പൊക്കോടാ, അവർക്കും എന്തുകൊണ്ട് കുടുംബത്തെ നയിച്ചുകൂടാ എന്നുള്ള ചോദ്യങ്ങളിലൂടെ സ്ത്രീകൾ കൂടുതലായിട്ട് മുന്നിട്ടിറങ്ങി. അവർക്ക് സ്വാതന്ത്ര്യം കുറച്ചും കൂടി വേണം എന്നതിൻ്റെയൊക്കെ പറഞ്ഞതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇന്ന് സ്ത്രീകൾക്ക് മിക്കവരും ഇപ്പം ജോലിക്ക് പോകുന്ന സ്ത്രീകളാണ്. അത് തീർച്ചയായിട്ടും അവർക്ക് കിട്ടിയ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഫലം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും സ്ത്രീകൾക്ക് പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ സ്ത്രീകൾ ഏത് സമയത്ത് വേണമെങ്കിലും പുറത്തിറങ്ങി നടക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്. 1 മണിക്കാണെങ്കിലും 2 മണിക്കാണെങ്കിലും അവർക്ക് ഭയമില്ലാതെ പുറത്തിറങ്ങി നടക്കാം. പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ ആണെങ്കിലും ഇന്ത്യയുടെ ആണെങ്കിലും അവസ്ഥ എടുത്തു നോക്കിയാൽ വളരെ ദുഃഖകരമായിട്ടാണ് തോന്നുന്നത്. സ്ത്രീകൾ 9 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാത്ത സ്ത്രീകളാണ് ഇപ്പോഴും നമ്മുടെ ഇവിടേക്ക് ഉള്ളത്. അവരോട് പുറത്തിറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ, ഭർത്താക്കന്മാരുടെയും വീട്ടുകാരുടെയും ഒത്തിരിയേറെ ബുദ്ധിമുട്ട് ഇങ്ങനെ തടയുന്ന രീതിയിലാണ് സ്ത്രീകൾക്ക് ഇപ്പോൾ ഉള്ളത്. അതൊന്നും കൂടി മാറി സ്ത്രീകളും പുരുഷന്മാരുടെ അത്രയും ലെവലിലെത്തണം എന്നല്ല, എങ്കിലും അവർക്കും കുറച്ചും കൂടിയൊക്കെ സ്വാതന്ത്ര്യം ഇനിയും പറയുന്ന ഒരു സ്വാതന്ത്ര്യം ഏത് പാതിരാത്രിക്കും ധൈര്യമായിട്ട് വഴിയെ കൂടെ നടന്നു പോകുവാനുള്ള ഒരു സാഹചര്യം
നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം എന്നുള്ളതാണ് അല്ലേ? ഇതൊരു വലിയ പ്രശ്നമാണോ ഇപ്പൊ നമ്മൾ ഇത് പറഞ്ഞാട്ടെ? ഫാദർ പറഞ്ഞല്ലോ സ്ത്രീ ഏറ്റവും നല്ലൊരു അമ്മയാണെന്ന്. എനിക്ക് തോന്നുന്നു അത് മാത്രമല്ല, അത് സ്ത്രീ ഒരു ഏറ്റവും ബെസ്റ്റ് മാനേജറും കൂടിയാണ്. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും കൂടി സ്ത്രീക്കുണ്ട്. കാരണം അവള് വീട്ടിലത്തെ ഓരോരോ കാര്യം നോക്കിയിട്ട് ഒപ്പം തന്നെ ജോലിയും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതാണ്. ഭർത്താവിനേക്കാളും നന്നായി ചെയ്യുന്നതാണ് എൻ്റെ അറിവിൽ. കാരണം ഭർത്താവ് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഭാര്യയും അതേ ടൈമിലാണ് വീട്ടിലെത്തുന്നത്. ആ ടൈമിൽ അവള് വീട്ടിലത്തെ എല്ലാം പണിയും കഴിഞ്ഞ് കുട്ടികളെയൊക്കെ നോക്കിയിട്ടാണ്, ഭർത്താവിനെയും ഒപ്പം നോക്കിയിട്ടാണ്. നല്ലൊരു മാനേജ്മെന്റിന്റെ ഉദാഹരണമാണ് ഒരു അമ്മ എന്ന് പറയുന്നത് അല്ലേ? ഈ വീട്ടില് ഒരമ്മ എന്ന് പറഞ്ഞാൽ ആ വീട് മുഴുവനും മാനേജ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഒത്തിരി അഭിമാനം കൊള്ളാൻ വകയുണ്ടല്ലേ? ഐ ആം എ മാനേജർ അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഇവിടെ ഒരു പ്രശ്നം പറഞ്ഞത്, ഈ സ്വൈര്യമായിട്ട് നമുക്ക് വെളിയിലൊന്ന് ഇറങ്ങി നടക്കാൻ ഒക്കത്തില്ലെന്നുള്ളത് ഇന്നത്തെ സമൂഹത്തിലെ ഒരു വലിയ പ്രശ്നമായിട്ടാണ് പറഞ്ഞത്. അതിനോട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചേ. നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യണമെങ്കിൽ ഇപ്പൊ അത് രാത്രിയല്ല, പകൽ തന്നെ. ഇപ്പൊ ഞാൻ 6th സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ ഇപ്പോഴും ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവരും ബസ്സിൽ ആദ്യം തന്നെ കയറി എന്താ ചെയ്യുന്നത് വെച്ചാൽ സീറ്റ് പിടിക്കാനല്ല നോക്കുക, ഫ്രണ്ടിൽ കയറി നിൽക്കാൻ നോക്കും. ഫ്രണ്ടിക്ക് കയറുന്ന ആൾ ഒരു കപ്പാസിറ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്യാറ്, പ്രത്യേകിച്ച് സ്ത്രീകൾ. അപ്പോൾ നമുക്കിപ്പോൾ എന്നും ബസ്സിൽ നമുക്ക് ഫ്രണ്ടിൽ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ബാക്കിലേക്കും നമ്മൾ ബസ്സിലത്തെ കണ്ടക്ടർ പറയും ബാക്കിലേക്ക് ഇറങ്ങിക്കുന്നു. അപ്പം നമ്മൾ ബാക്കിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആകെ ഭയങ്കര ടെൻഷനാവും. ദൈവമിഞ്ഞ് എന്താ ഉണ്ടാവുക, ഈ ബാക്കിൽ നിൽക്കണം നമ്മൾ തോണ്ടോ. അതായത് ഇപ്പം നമ്മൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം, അതായത് എന്നും ബസ്സിൽ വരുന്നവരായിരിക്കും. സ്റ്റുഡൻസ് മാത്രമല്ല, ജോലി കഴിഞ്ഞ് വരുന്ന ഒരുവിധം എല്ലാ സ്ത്രീകളും ബസ്സിൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ പകല് അവർക്ക് ബസ്സിൽ ചെയ്യാനായിട്ട് ഭയങ്കര മനസ്സിനൊരു അസ്വസ്ഥത. അപ്പൊ രാത്രിയിൽ മാത്രമല്ല പകലും ഞങ്ങൾ പേടിച്ചാണ് യാത്ര ചെയ്യുന്നതെന്നാ പറഞ്ഞത് അല്ലേ? അപ്പൊ രാത്രിയും പകലും ഒരുപോലെ പേടിച്ച് യാത്ര ചെയ്യുന്നവരാണോ സ്ത്രീകള്? ഞാൻ ട്രെയിനിൽ വരുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അപ്പൊ എന്നോട് പലരും ചോദിക്കും, ട്രെയിനിലോ അപ്പൊ ഒറ്റയ്ക്കാണോ അതോ ആരെങ്കിലും കൂടെ ഹെൽപ്പിനുണ്ടാവോ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ ഒറ്റയ്ക്കാ വരണേ. ഒറ്റയ്ക്ക് നീ എങ്ങനെയാ ട്രെയിനിൽ വരണേന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികൾ ഒത്തിരി പേരുണ്ട്. അപ്പൊ ഞാൻ പറയും, എന്തുകൊണ്ട് ഒറ്റയ്ക്ക് വന്നോടാ? ധൈര്യം വേണ്ടത് നമ്മൾ സ്ത്രീകൾക്കാണ്. നമുക്കൊരു ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പാതിരാത്രി എവിടെ വേണമെങ്കിലും ഇറങ്ങി നടക്കാൻ നമ്മളെ ആരും തടയില്ല. അപ്പൊ ഇദ്ദേഹം പറഞ്ഞതിന്റെ ഉത്തരം ഇദ്ദേഹം തന്നെ ഇപ്പൊ പറയുക. മുമ്പേ പറഞ്ഞു ഞങ്ങൾക്ക് രാത്രിയിൽ ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, പേടിയാണെന്നൊക്കെ പറയും. ഇപ്പൊ ഇദ്ദേഹം പറയാണ്, എനിക്ക് ധൈര്യം ഉള്ളത് കൊണ്ട് എനിക്ക് എപ്പോ വേണേലും എവിടെ വേണമെങ്കിലും ഇറങ്ങി നടക്കാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നു. പകല് കുഴപ്പമില്ല, രാത്രി പക്ഷേ വീട്ടുകാരൊരിക്കലും സമ്മതിക്കില്ല രാത്രിയൊക്കെ ഇറങ്ങി വരാനൊന്നും. വീട്ടുകാർ സമ്മതിക്കാത്തത് കൊണ്ടുള്ള കുഴപ്പമേ ഉള്ളൂ. ധൈര്യമുണ്ട്, പക്ഷെ വീട്ടുകാരായാലും നാട്ടുകാരായാലും അപ്പോഴും ചോദിക്കുക, ഒറ്റയ്ക്ക് എന്തിനാ രാത്രി വരുന്നത്? ആ ഒരു ചോദ്യത്തിന് എപ്പോഴും ഒരു വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവും. അപ്പൊ ഇല്ലാത്ത പേടി നമുക്ക് സ്വയം ഉണ്ടാകും അല്ലേ? പക്ഷെ ഇതൊരു പ്രശ്നമാണോ? നമ്മുടെ സമൂഹം സ്ത്രീകളെ കാണുന്ന കാഴ്ചപ്പാട്, അതിനെ കുറിച്ചാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവളെ നേരത്തെ പറഞ്ഞില്ലേ ബസ്സിൽ വരുന്നതിന്റെ കാര്യം. അപ്പം ഇപ്പൊ സ്ത്രീകളുടെ ഇടയിൽ തന്നെ ഉണ്ട്. നമ്മുടെ വല്യമ്മച്ചിമാരൊക്കെ ആണെങ്കിൽ തന്നെ പറയും, പുറത്തോട്ട് രാത്രി ഇറങ്ങരുത്. അവർക്ക് തന്നെ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ആണുങ്ങൾക്ക് നടക്കാൻ പറ്റുള്ളൂ. ആ ഒരു ചിന്താഗതി പെണ്ണുങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. അപ്പൊ അത് മാറ്റിയെടുക്കണം. അതുകൊണ്ട് കൂടുതലും പെണ്ണുങ്ങളുടെ ഇടയിലും അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ട്, വയസ്സായവരുടെ ഇടയിൽ. അപ്പൊ അതൊക്കെ മാറ്റണം. നമ്മുടെ അമ്മച്ചിമാരുടെ കാഴ്ചപ്പാടൊക്കെ ഒന്ന് മാറ്റണമെന്നാ പറഞ്ഞതല്ലേ? ഓക്കെ, യെസ്. ഈ രാത്രി ഇറങ്ങി നടന്നതുകൊണ്ട് നമുക്ക് എന്താണ് ഒരു പ്രയോജനം എന്നാണ് എനിക്കറിയാനുള്ളത്. നേരം ഈ ഡേ ടൈമിൽ തന്നെ സ്ത്രീക്ക് ഇറങ്ങി നടക്കാതെയും ഇറങ്ങി നടന്നും ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഐ ട്രൂലി അഗ്രി വിത്ത് ജൂലി മിസ്. എനിക്ക് ആ ഫെമിനിസത്തിൻ്റെ ഡെഫിനിഷൻ, നമ്മളിപ്പോൾ ഒരു ഓക്സ്ഫോർഡ് ഡിക്ഷണറി കൂടെ കടന്നു പോവാണെങ്കിലും ഫെമിനിസം ഇസ് ഡിഫൈൻഡ് ആസ് എ ബിലീഫ് ദാറ്റ് അവരുടെ ഒരു ഐഡിയോളജിയാണ് ദാറ്റ് മെൻ ആൻഡ് വിമൻ ആർ ടു ബി ഗിവൻ ഈക്വൽ റൈറ്റ്സ്. അതങ്ങനെയല്ല. നമ്മൾ സ്ത്രീകളുടെ ആ ഇമ്പോർട്ടൻസ് ഓഫ് വിമൻ ഇൻ ദ വേൾഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ഇക്വാലിറ്റിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യില്ല. കാരണം വി ആർ മച്ച് മോർ സ്പെഷ്യൽ ദാൻ മെൻ. അങ്ങനെ ഇല്ലെങ്കിൽ പോലും ആ ഒരു തോട്ട് ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ ദർ ഇസ് എ വിമൻ. അത് വൈഫാവണമെന്നില്ല. ഇറ്റ് ഷുഡ് നോട്ട് ബി സിസ്റ്റർ. There is always a mother. സ്ത്രീകൾ ആണ് പുരുഷന്റെ വിജയത്തിന് കാരണം. അങ്ങനെയല്ല, അവിടെ ജയിക്കുന്ന പുരുഷനാ. whatever there should be someone behind them to be successful. അത് എപ്പോഴും ഒരു വിമൻ ആണ്. അതിലൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ
ഇപ്പൊ രാത്രി ഇറങ്ങി നടക്കുന്ന കാര്യം സ്ത്രീ ഒരു വിജയമാകണമെങ്കിൽ അതിന്റെ പുറകിൽ ആരാ? സ്ത്രീ ഒരു വിജയത്തിൽ എത്തിക്കുന്ന, നമ്മളിപ്പോൾ സക്സസ്ഫുൾ ആയി നമ്മളൊരു നല്ലൊരു ബിസിനസ് വിജയിച്ചു കഴിഞ്ഞാൽ വി വിൽ ഷുവർലി റിമെമ്പർ ദ ടീച്ചർ ബിഹൈൻഡ് ദാറ്റ്. അതാണ് മദർ ബിഹൈൻഡ് എ മാൻ. ഓൾവേസ് ഒരു മനുഷ്യൻ ജയിക്കണമെങ്കിൽ there should be മറ്റു ചിലരൊക്കെ പിറകിൽ വേണം. എന്തായാലും ഒരു സ്ത്രീയുടെ പുറകെയാണെങ്കിലും പുരുഷന്റെ പുറകെയാണെങ്കിലും there is always a mother behind who gave birth, for example. അതുകൊണ്ട് ഒരിക്കലും ഇക്വാലിറ്റിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ പാടില്ല. ബി ദ ബെസ്റ്റ് വേർഷൻ ഓഫ് ourselves. ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ പകൽ ചെയ്യാൻ വയ്യാത്തത് അധികം എന്തുവാ സ്ത്രീക്ക് രാത്രി ചെയ്യാനുള്ളത്? പകൽ കിട്ടുന്ന സ്വാതന്ത്ര്യം പോരെ, രാത്രിയിലും പിന്നെ സ്വാതന്ത്ര്യം എന്തിനാ എന്നാ അദ്ദേഹം ചോദിച്ചത്. ഞങ്ങളെ രാത്രി സഞ്ചരിച്ചിട്ട് ചെയ്യണം എന്നല്ല പറയുന്നത്. അത്യാവശ്യങ്ങളോ അല്ലെങ്കിൽ തീർക്കാൻ പറ്റാത്ത കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ രാത്രി സഞ്ചരിക്കേണ്ട അവസ്ഥ വന്നാൽ, ഉദാഹരണം ഒരിടത്ത് ജോലി അതേപോലെ ഞങ്ങൾ രാത്രിയിലായിരിക്കും തിരിച്ചു വരുന്നത്, അങ്ങനെ ഒരുപാട് അത്യാവശ്യ കാര്യങ്ങളുണ്ട്. അല്ലാതെ രാത്രി ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ രാത്രി ഇറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ ചെയ്യുന്ന കാര്യങ്ങളല്ല. ഒരു ദൂരയാത്ര പോയി തിരിച്ചു വരുന്ന ഒരു സ്ത്രീ, ഞങ്ങള് തിരിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ ബസ്സിൽ പുരുഷന്മാര് മാത്രമേ ഉണ്ടാവുള്ളൂ, ഞങ്ങൾ ഒറ്റയ്ക്കായിരിക്കും. അപ്പൊ അതൊരു പേടി സ്വപ്നമാണ്. ഏതായാലും ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളതാണ് ഇദ്ദേഹം ഊന്നി പറയുന്നത്. രാത്രിയിലൊക്കെ സ്വാതന്ത്ര്യമായിട്ട് ഒന്ന് ഇറങ്ങുന്ന, രാത്രി തന്നെ നടക്കണമെന്നുള്ള വാശിയല്ല, പിന്നെയോ ജോലിയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ യാത്ര കഴിഞ്ഞ് രാത്രിയിൽ തിരിച്ചു വരുന്ന ഉടനെ അവിടെ പല ബുദ്ധിമുട്ടുകളും നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് പുരുഷന്മാരിൽ നിന്നുണ്ടാകുന്ന ഒരു രീതിയാണ് നമ്മുടെ ഇടയിലുള്ളതെന്നാണ് പറയുന്നത്, അല്ലേ? അങ്ങനെയാണെന്ന് റെജി സാറേ, എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്. ഈ നമ്മുടെ പുരുഷന്മാർക്ക് ഇതെന്താ വല്ല മാനസിക രോഗം വല്ലതും ആണോ ഇത്? ഈ സ്ത്രീകൾക്ക് രാത്രിയിൽ സ്വൈര്യമായിട്ടൊന്ന് ഇറങ്ങി നടക്കാൻ ഒക്കാത്ത രീതിയിൽ അവർ ബിഹേവ്, സാർ ഒരു കൗൺസിലറൊക്കെ ആയിരിക്കുന്ന സ്ഥാനത്ത് ഇതിനെക്കുറിച്ച് ഒന്ന് വ്യക്തമാക്കി പറയാമോ? ഒരു വിധത്തിൽ പറഞ്ഞാൽ സ്ത്രീകൾക്ക് മാത്രമല്ല ഇന്ന് രാത്രി ഇറങ്ങി നടക്കാൻ ഭയം, പുരുഷന്മാരും ഭയപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലാണ്. രാത്രിയിൽ കണ്ടാൽ കൊള്ളാവുന്ന ആൺകുട്ടികളെ അങ്ങനെ കൊണ്ടുപോകുന്ന ആളുകൾ, ആരോഗ്യമുള്ള ഒരു പുരുഷനെ കിട്ടിയാൽ അവൻ്റെ ആന്തരിക അവയവങ്ങൾ അടിച്ചു മാറ്റി വിറ്റ് കാശാക്കാൻ നടക്കുന്ന ആളുകൾ. അപ്പോൾ ഇതെല്ലാം ഉണ്ട് സമൂഹത്തിൽ, സ്ത്രീകൾക്ക് മാത്രമല്ല. പിന്നെ അച്ഛൻ ചോദിച്ചതിൽ ഈ പുരുഷന്മാർക്കെല്ലാം എന്താ മാനസിക രോഗം വല്ലതും ആണോ? സ്ത്രീകളെ കണ്ടാൽ പീഡിപ്പിക്കാൻ ഉപദ്രവിക്കാൻ തോന്നുന്നുണ്ടോ? ഞാൻ അതിനെ കാണുന്നത്, സ്ത്രീകൾ, കുട്ടികളിൽ ആരോ ഒരാൾ പറഞ്ഞു, വളരെ പ്രഷ്യസ് ആണ് നിങ്ങൾ. ദൈവം നിങ്ങളെ ഡിസൈൻ ചെയ്തപ്പോൾ ആരും ഒന്നുകൂടെ നിങ്ങളെ നോക്കുന്ന രീതിയിൽ അഴക് തന്ന് മനോഹാരിത തന്ന് നിങ്ങളെ കാണുമ്പോൾ ആളുകൾക്ക് നോക്കാൻ പ്രത്യേകിച്ച് തോന്നും. പ്രത്യേകിച്ച് പുരുഷന് ഓപ്പോസിറ്റ് സെക്സിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ആവേശമുണ്ട്. ബ്രെയിൻ വയറിങ്ങിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആ സ്ത്രീയെ ഒന്ന് പരിചയപ്പെടാൻ, ആ സ്ത്രീയുടെ അടുത്ത് ചെല്ലാൻ, ഒന്ന് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ, ഒന്ന് സ്പർശിക്കാൻ, അല്ലെങ്കിൽ കുറച്ച് സമയം ഒന്ന് ഒരുമിച്ച് ചെലവഴിക്കാൻ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു പുരുഷന്റെ മുൻപിൽ പാതിരാത്രിക്ക് ഒരു സ്ത്രീ, കാരണം എന്തുമായിക്കൊള്ളട്ടെ, അത് വേണം എന്ന് ഞാൻ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു കാരണം വന്ന് അടുത്തു വരുമ്പോൾ ഈ പുരുഷൻ ഈ വികാരത്തെ നിയന്ത്രിക്കാനുള്ള ട്രെയിനിങ് പലപ്പോഴും ഭവനത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ അവൻ്റെ വികാരങ്ങൾ, അവൻ്റെ താല്പര്യങ്ങൾ ആരെതിർത്താലും അങ്ങനെയാണല്ലോ. ഇതൊരു സൂചന മാത്രം. നമ്മുടെ സമരങ്ങൾ ശ്രദ്ധിച്ചാൽ, അപ്പോൾ ഇവിടെ ആരംഭിച്ച് തൻ്റെ ലക്ഷ്യം സാധിക്കുന്നത് വരെ എന്തും ചെയ്യണം, എങ്ങനെയും അത് നേടിയെടുക്കണം. നേട്ടം കൊയ്തു കഴിഞ്ഞാൽ മീൻസ് തൻ്റെ മാർഗം അതൊരു വിഷയമല്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് ഈ വികാരത്തെ നിയന്ത്രിക്കാനായിട്ട് പുരുഷനും കഴിയണം, സ്ത്രീക്കും കഴിയണം. അതുകൊണ്ട് ഇത്രയും പ്രഷ്യസായ നിങ്ങളെ പാതിരാത്രിക്ക് ഏതെങ്കിലും പെരുവഴിയിൽ എറിഞ്ഞിട്ട് നിങ്ങൾ തനിയെ വീട്ടിൽ വരട്ടെ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടെ വില അറിഞ്ഞ്, സ്ത്രീകൾ അവരുടെ വില അറിഞ്ഞ് കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മറുഭാഗത്ത് ഇത്രയും വിലയുള്ള ഒരാൾ എൻ്റെ കുടുംബത്തിൽ എൻ്റെ പെങ്ങളാവാം, എൻ്റെ ഭാര്യയാകാം, എൻ്റെ അമ്മയാകാം, ആ സ്ത്രീയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എൻ്റെയും കൂടെ കടമയാണെന്ന് ഒരു പുരുഷനും മനസ്സുകൊണ്ട് ചിന്തിക്കണം. തൻ്റെ വികാരത്തെ തൻ്റെ കുടുംബത്തിനകത്ത്, തൻ്റെ വേലിക്കെട്ടിനകത്ത്, തൻ്റെ ലൈസൻസ് കിട്ടിയ തൻ്റെ പരിധിക്കകത്ത് വിനിയോഗിക്കാനും കൂടെ, അല്ലെങ്കിൽ മാനസിക ആരോഗ്യ നില സംരക്ഷിക്കാൻ ഒരു പുരുഷനും. അപ്പോൾ മാനസിക ആരോഗ്യ നില വളരെ താണുപോയത് കൊണ്ടാണ് പലപ്പോഴും പുരുഷന്മാര് വേണ്ട രീതിയിൽ സ്ത്രീകളെ കാണാത്തത്, അവരോട് അപമര്യാദയായിട്ട് ഇടപെടുന്നത്. ജൂലി ടീച്ചറെ, ഇങ്ങനെ ഈ മാനസിക ആരോഗ്യ നില താണ ഒരു സമൂഹമാണ് നമ്മുടെ ഇടയിലുള്ളത് എന്നാണ് സാറ് പറഞ്ഞത്. ഈ ഭവനത്തിൽ നിന്ന് ഇതിന് കിട്ടേണ്ടതായിട്ടുള്ള വില ഉൾക്കാഴ്ചയും ചെറുപ്പം മുതൽ തന്നെ കിട്ടിയാൽ ഈ വ്യക്തികളുടെ മാനസിക നില ഉയരുവാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഇതൊരു ചോദ്യം തന്നെയാണ്. നമ്മൾ എങ്ങനെയാണ് സമൂഹത്തെ നേരിടേണ്ടത് എന്നുള്ളത്
ആദ്യം തുടങ്ങുന്നത് നമ്മളുടെ വീട്ടിൽ നിന്നാണ്. അപ്പം നമ്മൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും എത്ര നമ്മൾ മോഡേൺ അല്ലെങ്കിൽ പോസ്റ്റ് മോഡേൺ എന്നൊക്കെ പറഞ്ഞാലും നമ്മളുടെ ഫാമിലി എന്നുള്ള യൂണിറ്റിൽ നമ്മൾക്ക് ആശയങ്ങൾ പകർന്നു തരുന്നത് നമ്മളുടെ അമ്മയാണ്. അപ്പോൾ അമ്മയുടെ കാഴ്ചപ്പാട് എന്താണോ അതാണ് തീർച്ചയായിട്ടും മക്കൾക്ക് എത്തുന്നത്. അവിടെയാണ് ഒരു തിരിച്ചറിവ് വരേണ്ടത്. അപ്പം അമ്മ എങ്ങനെയാണ്, എന്ത് ആറ്റിറ്റ്യൂഡാണ് അമ്മയിലേക്ക് ആ ഫാമിലി യൂണിറ്റ്, ആ സാഹചര്യങ്ങൾ, വീട്ടിലെ സാഹചര്യങ്ങൾ അവർക്ക് കൊടുക്കുന്നത്. അതായത് പുരുഷനെ ബഹുമാനിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് അമ്മയുടേത് എങ്കിൽ ആ ഭവനത്തിൽ വളർന്നു വരുന്ന പുരുഷന്മാർക്ക് സ്ത്രീകളെയും ബഹുമാനിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകുമെന്നാണ് ടീച്ചർ പറഞ്ഞു വരുന്നത് അല്ലേ? തീർച്ചയായിട്ടും. സാർ പറഞ്ഞു ഷീസ് പ്രഷ്യസ്, യെസ് വി ആർ ഡിഫറെൻറ്റ്. അപ്പം നമ്മളെ നോക്കുന്ന ഗോഡ്ലിനെസ്സിലോട്ട് വരികയാണെങ്കിൽ ദൈവം സൃഷ്ടിച്ചത് മാനെ ഒരു വീക്ക്നെസ്സോടുകൂടിയാണ് സൃഷ്ടിച്ചത്. ആൻഡ് ദാറ്റ് വീക്ക്നെസ്സസ് ഒരു സ്ത്രീയെ കണ്ട പുരുഷനെ നോക്കാതിരിക്കാൻ പറ്റത്തില്ല എന്നതാണ് പുരുഷന്റെ വീക്ക്നെസ് ആയിട്ട് പറയരുത്. അല്ല, അങ്ങനെയല്ല. He is also different. Yeah. Like you, male is also different. അപ്പൊ അത് പോസിറ്റീവായിട്ട്, കാരണം അതില്ലെങ്കിൽ ഫാമിലി എന്ന് പറഞ്ഞ സ്ഥാപനം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ല. അല്ല, നല്ല സൗന്ദര്യമുള്ള ഒരു പുരുഷനെ കണ്ടാൽ നിങ്ങൾ നോക്കത്തില്ലേ? തീർച്ചയായിട്ടും നോക്കും. അപ്പൊ ഇത് പുരുഷന് മാത്രമുള്ള ഒരു പ്രത്യേക ക്വാളിറ്റി ഒന്നും അല്ല, പുരുഷർക്ക് മൊത്തമുള്ള. ഇതുവരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന കാര്യം ഫെമിനിസം എന്ന് പറയുന്നത് എന്താണ്, സ്ത്രീ ശാക്തീകരണം, അത് എന്നു മുതലാണ് ഈ ഒരു പ്രത്യേക രീതിയിൽ ആരംഭിച്ചത്, ആ ശാക്തീകരണത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള ശ്രമങ്ങൾ എന്തൊക്കെയാണ്, ഈ ശാക്തീകരണം എല്ലാം നടന്നിട്ടും സമൂഹത്തിൽ ഇന്ന് പ്രശ്നങ്ങൾ കൂടി വരുന്നതേ ഉള്ളൂ. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ എത്ര സുരക്ഷിതമായി നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കിയാലും പല ആളുകളും നമ്മളെ ഉപദ്രവിച്ചു എന്ന് വരാം, പലരും നമ്മളെ അറ്റാക്ക് ചെയ്തു എന്ന് വരാം. അത് സമൂഹത്തിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതിനൊരു പ്രധാന കാരണമാണ് റെജി സാറ് പറഞ്ഞത്. അതായത് മെൻ്റൽ ഹെൽത്ത് നഷ്ടപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയിൽ അല്ലെ ഒരു ഭവനത്തിൽ വളർത്തപ്പെടുന്ന കുഞ്ഞുങ്ങളിൽ ഇതുപോലെയുള്ള ചില പെർവേർഷൻസ് എപ്പോഴും ഉണ്ടാകും. മാനുഷികമായ ചില ചേതനകൾ അല്ലെങ്കിൽ പ്രചോദനങ്ങൾ മനുഷ്യരിലുണ്ട്. ആ പ്രചോദനങ്ങളൊക്കെ നിയന്ത്രണ വിധേയമാക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും മനുഷ്യരാകുന്നത്. നമ്മളിലുള്ള ആ ഇൻസ്റ്റിങ്ക്റ്റുകളൊക്കെ നിയന്ത്രണ വിധേയമാക്കുമ്പോൾ മാത്രമേ നമുക്ക് ശരിക്കും മനുഷ്യരാകാൻ ഒക്കത്തുള്ളൂ. അങ്ങനെ നിയന്ത്രണ വിധേയമാക്കാത്തതായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ സമൂഹത്തിൽ ഉള്ളതുകൊണ്ടാണ് നമുക്ക് സമൂഹത്തെ ഇന്ന് ഭയപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. ഇതിന് വല്ല പരിഹാര മാർഗമുണ്ടോ? ഇത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ചർച്ചയിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരോടുമുള്ള നന്ദിയെ ഈ അവസരത്തിൽ അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഒരുപാട് അവസരങ്ങൾ സ്ത്രീകളായതുകൊണ്ട് ഞങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്നു. പുള്ളി എനിക്കതിനോട് യോജിക്കാൻ പറ്റില്ല. ഇക്കാലത്ത് അമിതമായി കൊടുത്താൽ പോലും സെക്യൂരിറ്റി കിട്ടാത്തൊരു കാലാണ്. കരുതലൊക്കെ വേണം, പക്ഷെ അത് വീട്ടിലെ പാരന്റ്സ് കുറച്ച് ഓവർ ആവാൻ പാടില്ല. സ്ത്രീ ശാക്തീകരണം മുന്നോട്ട് പോയപ്പോൾ നീ പെണ്ണാന്നൊന്നും വിചാരിക്കണ്ട, നിനക്കെന്താ കുറവ് എന്ന് ചോദിച്ചു. നീ ആണിനേക്കാൾ മുൻപിലാണെന്ന് പറഞ്ഞ് ഒരു പക്ഷേ വേലി ചാടിപ്പോകുന്ന രീതിയിൽ. ഒരു പൂന്തോട്ടത്തിന് വേലി കെട്ടുന്നത് പൂവ് ചാടിപ്പോവാതിരിക്കാനല്ല. ഇറ്റ് ഈസ് നോ വൺ ടു അറ്റാക്ക് ഇറ്റ്. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദ പ്രൊഡ്യൂസർ, വൈറ്റ് ടിപ്സ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്, കേരള, ഇന്ത്യ. പിൻ 673528. ഇമെയിൽ shalomwhitetips@gmail.com.